നമസ്കാരം. ഡൽഹിയിൽ വോട്ടെണ്ണൽ ആരംഭിച്ച് 1.5 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ 36 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ട് 50-ലേക്ക് എത്തി BJP. ഭരണകക്ഷിയായ ആം ആദ്മി 19 സീറ്റുകളിൽ ലീഡ് ഉയർത്തുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന് 2 സീറ്റുകളിലും ലീഡുണ്ട്. ഒരു ഘട്ടത്തിലും ലീഡ് നേടാൻ അരവിന്ദ് കെജ്രിവാളിനും അധ്യക്ഷയ്ക്കും സാധിച്ചില്ല. സംഘം വിഹാറിൽ BSPയും ലീഡ് ചെയ്യുന്നു. BJPയുടെ പ്രമുഖ നേതാക്കളായ രമേശ് ബിദൂരിയും പർവേഷ് വർമ്മയും കൈലാഷ് ഗെഹ്ലോട്ടും മുന്നിൽ നിൽക്കുന്നു. AAPയുടെ വോട്ട് ബാങ്കായിരുന്ന മധ്യവർഗം അവരെ കൈവിടുന്നതിന്റെ സൂചനയാണ് ലീഡിൽ തെളിയുന്നത്. കഴിഞ്ഞ 2 തവണയും വട്ടപൂജ്യമായിരുന്ന കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നുവെന്നതും കോൺഗ്രസിന് ആശ്വാസമാകുന്നുണ്ട്. ഇപ്പോഴത്തെ ലീഡ് നില BJP നിലനിർത്തിയാൽ AAP യുഗത്തിന്റെ അവസാനം കൂടിയാകും ഇത്. 19 എക്സിറ്റ് പോളുകളിൽ 11 BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. യമുന നദിയിലെ മലിനീകരണം AAPക്ക് തിരിച്ചടിയായപ്പോൾ ബജറ്റിലെ ജനപ്രിയ പ്രഖ്യാപനം BJPക്ക് അനുകൂലമായി എന്നാണ് വിലയിരുത്തൽ. ദേവളിയിലും മാളവി നഗറിലും കോൺഗ്രസ് മുന്നേറ്റമാണ് നിലവിലുള്ളത്. 60.54% പോളിംഗ് ആണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. 62.59% പോളിംഗ് നടന്ന 2020-ൽ 62 സീറ്റ് നേടിയാണ് AAP അധികാരത്തിലേറിയത്. വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ മിനിറ്റുകളിൽ BJP ആണ് മുന്നിലെത്തിയത്. 8:20 വരെ AAPക്ക് 6 സീറ്റുകളിലും BJP 9 സീറ്റുകളിലും മുന്നിട്ട് നിന്നിരുന്നു. അതേസമയം ആ സമയത്ത് കോൺഗ്രസ് 1 സീറ്റിലായിരുന്നു മുന്നിട്ട് നിന്നത്. പോസ്റ്റൽ വോട്ടുകളുടെ ഫലം പുറത്തു വരുമ്പോഴുള്ള സൂചനയായിരുന്നു ഇത്. BJP മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന സൂചനകളാണ് തുടക്കത്തിലും പുറത്തു വന്നത്.